ഒത്തിരി തവണ നമ്മൾ കേട്ടൊരു പാട്ടായിരിക്കാം, ഈരടികളായിരിക്കാം. പക്ഷേ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഇന്ന് കടന്നു പോകുന്ന ക്രൈസിസിൽ നീ തോറ്റോടാതിരിക്കാൻ വിത്ത് ഹിസ് പ്രസൻസ് നിൻ്റെ അടുത്ത് വന്ന് ഈശോ പറഞ്ഞു തരുന്ന പോലെ ഹൃദയത്തിലേക്ക് അത് സ്വീകരിക്കുക. ആ വാക്ക് കേട്ട് ആ വിശുദ്ധരോടും രക്തസാക്ഷികളോടും ചേർന്ന് ഈ തീരുമാനം എടുക്കുക. എന്ത് സംഭവിച്ചാലും ഈശോയെ നോക്കി ഞാൻ ജീവിക്കും, നിത്യജീവനെ ലക്ഷ്യമാക്കി ഞാൻ ജീവിക്കും. പ്രാർത്ഥിക്കാം. എന്നെ നാടു കടത്തട്ടെ, തുണയ്ക്കു കർത്താവുണ്ടങ്ങ്, വാളാലെന്നെ കീറട്ടെ, എനിക്കു താങ്ങുണ്ടേശായ, ആഴിയിലേക്കെറിയട്ടെന്നെ, യോനാനിബിയുണ്ടെൻ മുന്നിൽ, സിംഹക്കുഴിയിൽ തള്ളട്ടെ, ദാനിയേലൻ ആശ്വാസം, തീച്ചൂളയിലെറിയട്ടെന്നെ, ആ പൈതങ്ങളെ ഞാനോർക്കും, വാളാലൻ തല വീഴട്ടെ, സ്നാപകയോഹന്നാൻ മുന്നിൽ, കല്ലേറാൽ കൊല്ലട്ടെന്നെ, സ്തെഫാനോസുണ്ടന്നരികിൽ, സമ്പത്തെല്ലാം കവരട്ടെ, ക്ലേശമെനിക്കു തരുമ്പില്ല, ഞാനിവിടെത്തി വെറും കൈയായി പോകും, തിരികെ വെറും കൈയായി, ഞാനവിടെത്തി താതന്റെ സവിധം ചേർന്നു വസിച്ചിടും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വചനത്തിൽ ഈ പാട്ടിൻ്റെ ഈരടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയിട്ട് ലിറിക്സ് ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാം. ജസ്റ്റ് ഇടയ്ക്കൊന്ന് പാടി നടക്കുക കേട്ടോ. എൻ്റെ അവസാനത്തെ ആ വരികൾ ഇങ്ങനെ, ഞാനിവിടെ എത്തി വെറും കയ്യാൽ പോകും, തിരികെ വെറും കയ്യാൽ ഞാൻ അവിടെ എത്തി താതൻ്റെ സവിധം ചേർന്ന് വസിച്ചിടും. സോ നമ്മുടെ എല്ലാ ഇരുട്ടുകളിലും, നമ്മുടെ എല്ലാ നിരാശകളിലും നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ ഇതാണ്. ഒന്ന്, ഈ ജീവിച്ചിരിക്കുമ്പോൾ ഈ സഹനത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഈശോയുടെ ഒരു നിരന്തര സാന്നിധ്യം, ഈ സഹനങ്ങളൊക്കെ അതിജീവിച്ച് ഞാനങ്ങ് എത്തുമ്പോൾ നിത്യം അവൻ്റെ കൂടെ വസിക്കാൻ പറ്റുന്ന ഒരു സൗഭാഗ്യം. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ശക്തിപ്പെടുത്തേണ്ട വലിയ ബോധ്യങ്ങളൊന്നും ഇതാണ്. ഹി സ്റ്റിൽ വിത്ത് അസ്. ജീവിച്ചിരിക്കുന്ന ഒരു ദൈവം. പൗലോസിലെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇതാണെന്ന്. പിന്നെ എടുത്ത് വായിച്ചാൽ മതി. കൊരിന്തോസർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ 3, 4, 5 വാക്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പൗലോസിലെ പറയാണ്, എനിക്ക് കൈമാറ്റപ്പെട്ട് കിട്ടിയ ആ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എനിക്ക് കൈമാറ്റപ്പെട്ട് കിട്ടിയ ആ സുവിശേഷം എന്താണ്? ഈശോ ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. പൗലോസിലെ പറയാണ്, ഞാൻ പറയാൻ പോകുന്ന സുവിശേഷം, എനിക്ക് കിട്ടിയ സുവിശേഷം, ഞാൻ കൈമാറ്റം ഞാൻ തരുന്ന, നിങ്ങളുടെ കയ്യിലോട്ട് തരുന്ന സുവിശേഷം ഇത് മാത്രമാണ്. എന്ത്? ഈശോ ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. മൂന്ന് വാക്കുകളതും ഒതുക്കാണ്. ഹി വാസ് ബോൺ, ഹി ഡൈഡ്, ഹി റോസ് അഗൈൻ. ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിലുള്ള ഉത്തരം ഇതാണ്. പത്രോസിലെ തൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ മുമ്പിൽ ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ഈ പ്രത്യാശയുടെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരം കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. 1 പത്രോസ് 3:15 എൻ്റെ ഓർമ്മ. പത്രോസിലെ പറയാണ്,
നിങ്ങൾ ഇങ്ങനെ പ്രത്യാശിച്ച് നിൽക്കാൻ, നിങ്ങളിങ്ങനെ പിടിച്ചു നിൽക്കാൻ കാരണമെന്ത്? നമ്മളോട് മനുഷ്യർ ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും കാലം പള്ളിയിൽ പോയി, നിങ്ങൾ ഇത്രയും കാലം വചനം കേട്ടു, നിങ്ങൾ ഇത്രയും വിശുദ്ധിയിൽ ജീവിച്ചു, നിങ്ങൾ ഈ കൽപ്പനയ്ക്ക് അനുസരിച്ച് ജീവിച്ചു, എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ മാറുന്നില്ലോ, വേദനകൾ മാറുന്നില്ലോ, പിന്നെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? ചിലപ്പോൾ നമ്മളെക്കാൾ ചെറിയ സങ്കടങ്ങളുള്ള ആളുകൾ നമ്മളോട് വന്ന് ചോദിക്കാം, ചേട്ടാ ചേച്ചി ഇതിനെ എങ്ങനെ അതിജീവിച്ചു? നിങ്ങൾ ഇത്രയും പ്രത്യാശയോടെ പിടിച്ചു നിൽക്കാൻ കാരണം എന്താണ്? നല്ലൊരു വീടില്ല, എടുത്ത് പറയാൻ നല്ലൊരു ഒന്നും നമുക്കില്ല, പക്ഷെ എപ്പോഴും പ്രത്യാശയോടെ നിൽക്കുന്ന കുറേ മനുഷ്യർ. പത്രോസിലെ പറയാണ്, അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ഉണ്ടാവണം. നിങ്ങളുടെ പ്രത്യാശയുടെ അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ പറയാൻ ഒരൊറ്റ ഉത്തരവേ ഉണ്ടാവുള്ളൂ. പൗലോസിലെ പറഞ്ഞ അതാണ്,